ഹായ് ഫ്രണ്ട്സ്, കർഷക സുഹൃത്തുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടുത്തു വച്ചിരുന്ന ഒരു ചെയിൻസോ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കാർബറേറ്ററുടെ ട്യൂണിങ്ങും ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, കുറച്ച് നാൾ നമ്മൾ ഏത് ബ്രഷ് കട്ടറായാലും ചെയിൻസ് ആയാലും എടുത്തു വെച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ട്രബിളൊക്കെ കാണിക്കാറുണ്ട്. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര ഒരു പ്രശ്നം തോന്നാറില്ല. പക്ഷേ കുറച്ച് നാൾ എടുത്തു വെക്കുമ്പോൾ പലവിധ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് നോക്കുന്ന എയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇതൊരു വലിയ പഴക്കമില്ലാത്തൊരു എയർ ഫിൽറ്ററാണ്. നേരത്തെ എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയപ്പോൾ മാറിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പുതിയതാണ്, ഇതിന് വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സാധാരണയൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ മരത്തിൻ്റെ പൊടിയൊക്കെ പറ്റി നല്ല ഹോളൊക്കെ അടഞ്ഞിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് വിധമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് രണ്ടും ഇളക്കിയെടുത്ത് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. സോപ്പ് വെള്ളത്തിൽ വാഷ് ചെയ്ത് ഉണക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് പെട്രോൾ ഒഴിച്ച് കഴുകുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പെട്രോൾ ഫിൽറ്ററാണ്. പെട്രോൾ ഫിൽറ്റർ കുറേ നാളിങ്ങനെ പെട്രോളിനകത്തൊക്കെ കിടക്കുകയാണെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്, അടഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്രോൾ ഫിൽറ്റർ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഊതി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ അടവുണ്ടോ എന്ന്. ഇതിപ്പോൾ ഞാനിപ്പോൾ ഊതുകയാണ്. ഊതുമ്പോൾ കാര്യമായൊരു അടവില്ല, എന്നാലും അത്ര ഫ്രീ അല്ല, എന്നാലും കുഴപ്പമില്ല, ഞാനതിൽ ഉപയോഗിക്കുകയാണ്. പക്ഷെ നമുക്ക് നല്ല അടവ് തോന്നിച്ചാൽ അത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടതാണ്. പുതിയൊരു പെട്രോൾ ഫിൽറ്റർ നമ്മളത് ഉപയോഗിക്കേണ്ടതാണ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്ന പ്ലഗിൻ്റെ ഭാഗമാണ്. പ്ലഗിൽ കരിയൊക്കെ വന്ന് അടഞ്ഞിരിക്കുകയാണെങ്കിൽ, നമ്മൾ ഉപയോഗിച്ചിട്ടൊക്കെ വെക്കുമ്പോൾ കരിഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ കൂടുതൽ കാർബൺ വന്ന് നിറഞ്ഞ് രണ്ട് ഭാഗവും കൂടെ ടച്ച് ആകുന്ന രീതിയിൽ കാർബണൊക്കെ നിറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ പ്ലഗ് ഒന്ന് അഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ നന്നായിട്ട് കാർബൺ ഫോം ആയിട്ടുണ്ട്, നന്നായിട്ട് കാർബൺ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാം. കൂടുതൽ കാർബൺ അടഞ്ഞിട്ട് തമ്മിൽ അതിൻ്റെ രണ്ട് ഭാഗം തമ്മിൽ ടച്ചായിരിക്കുകയാണെങ്കിൽ നമ്മളൊരു MD പേപ്പർ ഉപയോഗിച്ച് ഉരച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതിൻ്റെ സ്പാർക്കാണ്. നന്നായിട്ട് സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടിങ് ട്രബിൾ ഇല്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് ഹോളിൽ കുത്തരുത്, അതിൻ്റെ ഹോളിൽ കുത്തരാൻ പാടില്ല. സൈഡിലേക്ക് ടച്ച് ചെയ്യിച്ച് നമ്മുടെ പ്ലഗ് സ്പാനർ വെച്ച് കൊടുത്തു. അതിലേക്കാണ് ഇനി അടിച്ചു കൊടുക്കുന്നത്. ഇതിൽ സ്പാർക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പ്ലഗിന് കുഴപ്പമൊന്നുമില്ല. ഇൻ കേസ് നമ്മൾ സ്പാർക്ക് കാണുന്നില്ലെങ്കിൽ പ്ലഗ് മാറ്റി കൊടുക്കേണ്ടതാണ്. സ്പാർക്ക് നോക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് സ്വിച്ച് ഓണാക്കി കൊടുക്കാൻ മറക്കരുത്.
ഇപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ചു വെക്കണം. ഇനി ചോക്ക് ഓഫ് ചെയ്തുകൊണ്ട് പ്രശ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നമ്മുടെ ചെയിൻസോ സ്റ്റാർട്ട് ചെയ്ത് കൈ കൊടുക്കുമ്പോൾ നിന്നു പോവുകയാണ്. അത് കാർബറേറ്ററിൻ്റെ കംപ്ലൈൻ്റ് ആകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ആ വഴിക്കൊന്ന് നോക്കാം. ആദ്യം ഇതൊന്ന് ട്യൂൺ ചെയ്ത് നോക്കണം. നമുക്ക് കിക്കറിൻ്റെ സൈഡിലായിട്ട് 2 റബ്ബർ ബുഷ് മുകളിലും താഴെയായി കാണാം. അപ്പോൾ അതിൽ മുകളിലത്തെ റബ്ബർ ബുഷിലാണ് ഇപ്പോൾ ഞാൻ സ്ക്രൂ ഡ്രൈവർ കൊടുക്കുന്നത്. ആ ഹോളിലൂടെ കൊടുത്തുകൊണ്ട് അകത്തുള്ള സ്ലോ സ്പീഡ് സ്ക്രൂ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാൻ വേറൊരു കാർബറേറ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സ്ലോ സ്പീഡ് സ്ക്രൂ. ഇത് മുറുക്കുമ്പോൾ അത് സ്പീഡ് കൂടും. താഴെ കാണുന്നതാണ് ഒന്ന് റേസിംഗ് സ്ക്രൂവും ഒന്ന് അതിൻ്റെ ട്യൂണിങ് സ്ക്രൂവും. അങ്ങനെ 3 സ്ക്രൂ ആണുള്ളത്. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ഹോൾ വഴി കൂട്ടിക്കൊടുത്തത് മുകളിൽ കാണുന്ന സ്ലോ സ്പീഡ് സ്ക്രൂ ആണ്. ഇനി നമ്മൾ താഴെ കാണുന്ന റബ്ബർ ബുഷിൻ്റെ ഹോളിലൂടെയാണ് മറ്റ് 2 സ്ക്രൂവും ട്യൂൺ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് സ്പീഡിൻ്റെ സ്ക്രൂ ട്യൂൺ ചെയ്യുകയാണ്. തിരിച്ചു കൊടുക്കുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ സ്പീഡ് കിട്ടാൻ തുടങ്ങും. അപ്പോൾ മാക്സിമം സ്പീഡ് കിട്ടുന്നത് വരെ നമ്മൾ ആക്സിലേറ്ററും കൊടുക്കണം ഫുള്ള്. ഇനിയും റേസിംഗ് സ്ക്രൂ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ റേസിംഗ് സ്ക്രൂ ആണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ബ്രഷ് കട്ടർ പോലെ നമുക്ക് ഉള്ളിൽ കാണാൻ കഴിയുകയില്ല തിരിക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. മാത്രമല്ല നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് മാറുന്നതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള മറ്റ് വീഡിയോകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.